എന്നാൽ ഇനി നമ്മൾ വിഷയത്തിലേക്ക് എടുക്കുക. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയുടെ പവർ. ഹൃദയം ഇത്ര കണ്ട് ശുദ്ധിയായ ഒരാളെ കാണാൻ പ്രയാസമാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ ലോകമാന്യത്തിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമൻ്റെ 2 മകളെ ഞാൻ ഇപ്പോൾ താമസിക്കുന്ന കുറ്റിക്കാട്ടിൽ കെട്ടിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ എൻ്റെ 22 വയസ്സ് മുതൽക്ക് അവരോട് ബന്ധമുണ്ട്. മക്കളൊക്കെ വീട്ടിൽ പോകും, ചിലപ്പോൾ നമ്മളെ പറഞ്ഞേക്കും ചെയ്യും, മോളെ വർത്താനം അറിയാൻ വേണ്ടി. ആ മകള് 7 മക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മകളായിരുന്നു അത്. കുറ്റിക്കാട്ടുള്ള മരിച്ചുപോയി. അവരെ ഭർത്താവ് സുഖമില്ലാതെ കിടക്കണം. അള്ളാഹു നല്ല ശിഫയും സലാമത്തൊക്കെ നൽകണം. അപ്പോൾ 22 വയസ്സാകുമ്പോൾ എത്ര കൊല്ലം മുമ്പാപ്പത്? റബ്ബേ, എത്ര കൊല്ലം മുമ്പാ? അതിൻ്റെ വയസ്സ് പറയണ്ടെങ്കിൽ ഞാൻ പറയില്ല. എന്നോട് നമ്മളിങ്ങനെ വർത്താൻ പറയുമ്പോൾ എന്ത് പറയും? നമ്മളെ വായിച്ച് എന്നാ വിളിക്കുക. അതായത് ശംസുൽ ഉലമ ആ വായിച്ച് എന്തോ വല്ലാത്തൊരു മനുഷ്യനാണ് കേട്ടോ. നേരം വെളുക്കുന്നവരെ എൻ്റെ വായിച്ചിക്ക് ഓർക്കില്ല, കരഞ്ഞുകൊണ്ടാ പറയാ. എല്ലാ ദിവസവും അൻആം സൂറത്തും മെഹ്റാബ് സൂറത്തും 3 ജുസോളം വരും, അതോതും. പിന്നെ നേരം വെളുക്കുന്നവരെ ഇബാദത്തും ചുറ്റുപാടും വല്ലാത്തൊരു വായിച്ചാണ് കേട്ടോന്ന്. ശംസുൽ ഉലമ തന്നെ അത്ഭുതപ്പെട്ടു. മോളെ ഇങ്ങനെ ഞാൻ എണീക്കുമ്പോൾ അറിയണത് ഞാൻ അങ്ങനെ കിടക്കണമെങ്കിലും നിങ്ങൾ അനങ്ങുമ്പോഴത്തേക്ക് ഞാൻ അറിഞ്ഞു പോകും, അങ്ങനെ അറിഞ്ഞു പോകാം. അതന്ന് കേട്ടിട്ടുണ്ട് എൻ്റെ 22 വയസ്സുള്ളപ്പോൾ. പിന്നെ എനിക്കൊരു അവസരം കിട്ടി ശംസുൽ ഉലമയുടെ. അപ്പം ശംസുൽ ഉലമയുടെ നേരത്തെ തന്നെ പല അറിവുകളും ഉണ്ടായതുകൊണ്ട് നമ്മൾ താത്താന്നാ വിളിക്കുക, പെങ്ങളമാരി. താത്ത പറഞ്ഞ് മോള് പറഞ്ഞത് നമുക്ക് എതിരൊന്നും ഇല്ലെങ്കിലും അത് അനുഭവം ഉണ്ടാവാൻ വേണ്ടി ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ശംസുൽ ഉലമൻ്റെ വീട്ടിൽ കൂടാനുള്ള അവസരങ്ങൾ വന്നപ്പോൾ എൻ്റെ നിയ്യത്ത് എന്താണ്? റഹ്മാനായ റബ്ബേ, അന്ന് ഉറങ്ങരുത്, ശംസുൽ ഉലമൻ്റെ ഈ അഹ്വാലുകളൊക്കെ ഒന്ന് വീക്ഷിക്കണം എന്ന് തീരുമാനിച്ചു. ഒരു 10 മണിയൊക്കെ ആയപ്പോൾ പോയി കിടന്നോളാം, അവിടെ കിടന്നോന്ന് പറഞ്ഞു. ചെറിയ വീടാണ്, പഴയ വീട് ചെറുതായിരുന്നു, പിന്നൊക്കെ നന്നാക്കി. ഇപ്പോൾ ഉപ്പാത്തായത് വേറെ വീട്ടിലാണ് മോൻ്റെ. അപ്പം എനിക്ക് ഉറക്കം വരുന്നില്ല, കാരണം ഈ ആഗ്രഹം ഉണ്ടല്ലോ. 5-ാം സൂറത്തും 6-ാം സൂറത്തും കാണാത്തൊന്നും നമുക്ക് കിട്ടൂലല്ലോ. അപ്പം എന്ത് ചെയ്ത് അതിലെ ശംസുൽ ഉലമ ഇങ്ങനെ കേൾക്കും. പോകുമ്പം ചില ആയത്തുകളൊക്കെ എന്താക്കി നോട്ട് ചെയ്ത് വെച്ചു. അതിലെ പോകണ്ടോന്നറിയാൻ വേണ്ടി ഫുള്ളായിട്ട് ഓതി. ഒരു 3 മണി വരെ ഞാൻ അവിടെ നിന്നു. അപ്പം എൻ്റെ മുറാദ് ദാസിലായപ്പോൾ എനിക്ക് ഉറക്കരുന്നുണ്ട്. അപ്പം ഞാൻ പോയിട്ട് റൂമിൽ കിടക്കാൻ വേണ്ടിയാണ് പോയി. ചെറിയൊരു ചുമ വന്നു. ചുമ വന്നപ്പോൾ അത്രേ ഉള്ളൂ, അവിടെ ഉണ്ടെങ്കിൽ ഇതേ ഉള്ളൂ, ഓഫീസിലും സേവനം കിടക്കണ സ്ഥലവും. പിന്നെ മോനത് വലുതാക്കി. പിന്നെ ചെറിയ മോൻ്റെ വീട്ടിൽ നിന്നാണ് ഇതാക്കി മരിച്ചത്. അപ്പോൾ ഞാനൊന്ന് ഒരു ചുമ, ഒരു കൊര വന്നപ്പോൾ അങ്ങോട്ട് കേൾക്കാണല്ലോ, ഉളവണ്ണം ഉറങ്ങിയില്ലേ എന്ന് വിളിച്ചു. അവിടുന്ന് റൂമിൽ നിന്ന് കൊണ്ട് വിളിച്ചിട്ടു. ഞാൻ പിന്നെന്തായാലും ഉളവണ്ണം തന്നെ വിളിക്കുക. ഇപ്പോൾ താമസം കുറ്റിക്കാട്ടിലാണെങ്കിലും ഞാൻ പറഞ്ഞു എനിക്ക് ഉറക്ക് വരായിട്ടാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഉറക്ക് വരാത്തത്? വേറെ ഒന്നും കൊണ്ടല്ല, ഇതറിയാൻ ആഗ്രഹം വെച്ചത് ഉറക്ക് വരായിട്ടാണ്. ഞാൻ പറഞ്ഞ കളവ് പറഞ്ഞില്ല. എന്നിട്ട് എന്നോട് പറയാണ് അവിടുന്ന് വിളിച്ചിട്ട് റൂമിൽ നിന്ന്, എനിക്കും കിടന്നാൽ ഉറക്ക് വരില്ലടോ. ഞാനും അങ്ങനെ തന്നെ, കിടന്നാൽ അങ്ങനെ ഉറക്ക് വരില്ല. എന്തുകൊണ്ട്? അള്ളാഹിനുള്ള ഇഷ്ക് മൂത്തിട്ട് വേറൊന്നുമല്ല, ഞങ്ങളോടും ഉറക്ക് വരില്ല. അതിനൊരു കാരണം പറഞ്ഞു. കാരണം 2-3 ഉണ്ടാവാമല്ലോ, ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ. കാസർഗോഡ് ഭാഗത്തൊക്കെ പരിപാടിക്ക് പോയാൽ 10-11:30 മണിക്കൊക്കെ പരിപാടി കഴിഞ്ഞാൽ ഡ്രൈവർ ഉറങ്ങിപ്പോകുന്നു മനസ്സിലാക്കി ഉറങ്ങാതെ ഒന്ന് പോന്നു പോയി. കിടന്നാൽ ഉറക്കി വരില്ല. എനിക്ക് 2 കാര്യം മനസ്സിലായി. എന്താണ് കാര്യം മനസ്സിലായത്? താത്ത പറഞ്ഞ മാതിരി, മോള് പറഞ്ഞ മാതിരി നേരം വെളുക്കുന്നതിനെ ഉറക്കില്ല എന്നുള്ളതും മനസ്സിലായി. പുറമെന്തും മനസ്സിലായി. ലോകമാന്യം ആരെങ്കിലും മുഹിബ്ബീങ്ങളല്ല നമ്മളൊക്കെ, നമ്മൾ ഇഷ്ടപ്പെട്ട ആളുകൾ വരെ എൻ്റെ അമലും വിഭാഗത്തൊന്നും അറിയാൻ പാടില്ല എന്നുള്ള ലോകമാന്യത്തിൻ്റെ പൊടി പോലും ഇല്ലാത്ത ആളാണെന്ന് കൂടി ബോധ്യപ്പെട്ടു. അൽഹംദുലില്ലാഹ്. പിന്നെ കിബിറിന് അതിൻ്റെ ഒക്കെ എമ്പാടും പറയാനുണ്ട്. ഒരു സഹാബി വന്നിട്ട് അല്ല സഹാബിന്ന് സമസ്ത 2 ഇങ്ങനെ മറ്റേ ഇറങ്ങിപ്പോയപ്പോൾ 89-ലൊക്കെ ശൈഖുൻ എങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്ക് അവിടെ ഇറങ്ങി നടക്കാൻ കഴിയും. അത് പറയേണ്ട ആവശ്യമില്ല, സാധു ലരിമിയാണ്. ശൈഖുൻ എങ്ങനെ പറഞ്ഞു, എനിക്ക് അവിടെ നാട്ടിൽ ഇറങ്ങി നടക്കാൻ കഴിയുന്നില്ല, എനിക്ക് മോനെ എനിക്ക് എൻ്റെ ആളാവണ്ട, എൻ്റെ പട്ടം പോലെ ആയിക്കോന്നാണ്. നമ്മളെന്താ പറയാ, അവിടുത്തെ പഠിച്ച ആളല്ലേ പോടാന്ന് അറിയില്ലേ, മോൻ എൻ്റെ ആളാവണ്ടെന്ന്. വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ നമ്മുടെ അനുഭവങ്ങളാണ്. ഒരാൾ പറഞ്ഞു, ദാരിമി വന്ന് പറഞ്ഞു, ശൈഖുനാൻ എന്നാലിൻ്റെ നാട്ടിലുള്ള നാട്ടിലുള്ള ആളുകൾ വല്ലാതെ കുറ്റം പറയുന്നുണ്ട്, സങ്കടപ്പെട്ട് പറയുകയാണ്. പക്ഷെ കുറച്ചൊരു പോയത്തുണ്ടെന്നുള്ളൂ, അതിനെപ്പറ്റി മനസ്സിലാക്കിയില്ല.
അല്ലാതെ അതിനെന്തിനാണ് വേറെ എത്രയോ നാട്ടുകാരുടെ മധുവും പറയുന്നുണ്ടല്ലോ, ദുന്യാവിൽ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ എന്ന് വെച്ച് അയാളും പോയി. വേറെയും പാടും പറയാനുണ്ട്. ഇങ്ങനെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഉള്ളു നല്ലവണ്ണം ശുദ്ധിയായ ആൾ, പുറമുള്ള കഴിവേ എല്ലാവരും പറയാറുള്ളൂ അധികവും. ഉള്ളു ശുദ്ധിയായതുകൊണ്ട് ബഹുമാനപ്പെട്ട എവിടെ എത്തി എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കാണാൻ കഴിവുള്ള ആളായി മാറി. 50 കൊല്ലം മുമ്പ് സുമാർ എന്തിനാ നമ്മൾ പറഞ്ഞത്, അങ്ങനത്തെ മഹാൻ വില്ലക്കോയതങ്ങൾ തുടങ്ങി അവർ കുത്തുബാണെന്ന് സംശയം പറയാറുണ്ട്. ശംസുലൈം എന്താക്കി അത് സമസ്ത എന്ന് പറഞ്ഞാൽ ഇവിടെ കേരളത്തിൽ മാത്രമല്ല, അത് ലോകോത്തര സംഘം അറബികളെ വരെ ഞെട്ടിക്കുന്ന ഒരു സംഘം മനസ്സിലാക്കി. അതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ച മെയിൻ ആളാരാ? ശംസുലൈമയോ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അങ്ങനെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഒരു 50 കൊല്ലം മുമ്പ് ജാമിഅ നൂരിയയിൽ പ്രിൻസിപ്പാളായ കാലമാണ്. എല്ലാവരും ഇപ്പോൾ പറയും തന്നെയാണ്. ഞാൻ എൻ്റെ ഉറക്കത്ത് കണ്ടോന്ന് ഞാൻ പറയാറില്ല. സ്വന്തം അനുഭവങ്ങളൊക്കെ പാടില്ല പറഞ്ഞാൽ എന്താക്കും, പുറത്ത് പറ്റാളെ ഉറക്കത്ത് കാണാൻ പറയും. നമ്മളെ ഉസ്താദും അങ്ങനെയാണെന്നറിയും. നീ വല്ലാഹി പറഞ്ഞിട്ടും കാര്യം വല്ലാഹി സുമ്മ വല്ലാഹി അങ്ങനെ. അപ്പോൾ മറ്റൊരു കള്ളത്തരം പറയും, ഞങ്ങൾ കേട്ടോ അതൊക്കെ. അപ്പോൾ സ്വന്തം അനുഭവം ഒന്നും ഞാൻ പറയാൻ നിൽക്കണ്ട. നമ്മളെന്ത് പറഞ്ഞാലും അതിനെ മറികടക്കാൻ പറ്റലും പറയും. എന്താ ചെയ്യുക? മുത്തവാത്തിരെ പറയാൻ പാടുള്ളൂ. എന്താ മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ സാറിന് കുട്ടികൾക്കൊക്കെ അറിയാമല്ലോ. ഖബർ മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ മൽ ഫർഖു ബൈനൽ ഖബരിൽ മുത്തവാത്തിരി വൽ ഖബരിൽ വാഹിദി. മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ നമ്മളെ പലസ്തീനിലെ ആ സംഭവം, അത് മുത്തവാത്തിറാണ്. ഒരാളും അവിടെ ആ സംഭവം നടന്നിട്ടില്ല എന്ന് പറയുമോ? 66,000 ആളുകളെ കൊല്ലപ്പെട്ടു പോയില്ലേ? അപ്പം പരക്കെ എല്ലാവരും ഇങ്ങനെ പല നിലക്കും അറിഞ്ഞിട്ട് എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടത്, ഒരു നിഷേധിക്കാനൊരു വഴിയുമില്ലാത്ത. ഇപ്പോൾ വയനാട്ടിൽ ഇതൊക്കെ ഉണ്ടായി, അങ്ങനെ തന്നെ ആരും നിഷേധിക്കുമോ? ആ ജാതി വാർത്തക്ക് നിഷേധിക്കാൻ യാതൊരു ചാൻസും ഇല്ലാത്ത വാർത്ത. അതിൻ്റെ പേരാണ് മുത്തവാത്തിർ. ഖബർ വാഹിദ് എന്ന് പറഞ്ഞാൽ ഒരാളെ വാക്കുന്നല്ല, ഇസ്ലാഹിയ പദ. ഈ മക്കാമിലെത്താത്ത 100 ആൾ പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അതിൻ്റെ പേരെന്താ? ഖബറുൽ വാഹിദ്. മുത്തവാത്തിർ സംഗതി പിന്നെ പറയാറുള്ളൂ. അതിപ്പോൾ എല്ലാവരും ഞങ്ങൾ സാധു പറയലുണ്ട്, നമ്മളൊക്കെ പറയലുണ്ട്. അത് നമ്മൾ എന്തിനാ പറയുന്നത്? വെറുതെ പറയാമെന്ന് മനസ്സിലാക്കരുത്. വെറുതെ വർത്താനം പറഞ്ഞ് നീട്ടുക എന്നല്ല. അവർ ഈ സമസ്തക്ക് വേണ്ടി സേവനം ചെയ്ത മാതിരി ആർക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഒരാൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല. ഈ സേവനത്തിന് പ്രത്യേകമായ പവർ വരാൻ കാരണം ആത്മീയമായിരിക്കുന്ന ഉയർച്ചയാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. 50 കൊല്ലം മുമ്പ് ജാമിഅ നൂരിയയിൽ പ്രിൻസിപ്പാളായി നിൽക്കുന്ന സമയത്ത് സംസ്ഥാന സെക്രട്ടറിയുമാണ്. സമയമായി പറഞ്ഞേ, സമയം പറഞ്ഞേ, ടൈമായി പറയണം. ആ സമയത്ത് 50 കൊല്ലം മുമ്പാണ് ഞാൻ ജാമിയയിൽ 77 ചേർന്ന്, 76 അതിൻ്റെ കുറച്ച് കൊല്ലം മുമ്പ്. ഞാൻ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചു കൊണ്ട് ചോറ് തിന്നാൻ വേണ്ടി ആ റോഡ് മുറിച്ച് കിടന്ന് പിന്നെ ജാമിയൻ്റെ കമ്പൗണ്ടിലേക്ക് ഇങ്ങനെ പോരാണ്. 100-200 ആളുകൾ, വലിയ മൂല്യന്മാർ. ശേഖന ഇങ്ങോട്ട് കടന്നു വരുന്നിടത്ത് നേരെ ഒരു ഭാഗത്താ പ്രിൻസിപ്പാൾ റൂം എന്നുള്ളത്. ഇതൊക്കെ മാറ്റി ഇതായിപ്പോയി. ഒരാൾ എടോ നീ ഇവിടെ വാങ്ങ, നിന്റെ കൽബിൽ കേൾക്കണേ, കൈമലല്ല, നിന്റെ കൽബിൽ ഈമാൻ ഞാൻ കാണുന്നില്ല, അതുകൊണ്ട് ഉടനെ ഇവിടെ നിന്ന് പോകണം എന്നാണ്. എൻ്റെ എല്ലാ സാധനം എടുത്തിട്ട് പോയിക്കോളാം എന്ന്. ഈ പറയപ്പെട്ട ആളാണെങ്കിൽ ആരാന്നാ വിചാരിച്ചങ്ങൾ? തൻ്റെ കൂടെ പഠിക്കുന്ന വലിയ ആളുകളും ഉസ്താദുമാർക്കൊക്കെ നല്ല മതിപ്പ. ഒരു ഹദ്ദാദ് വരെ മിസ്സാക്കാത്ത ആളാ. തലയെക്കെട്ടും നിളക്കുപ്പായ, പിന്നെ എല്ലാവർക്കും ഇപ്പോൾ തുടങ്ങിയാൽ നിളക്കുപ്പായൊക്കെ നല്ല തലയെക്കെട്ടും കുപ്പായും ഒക്കെ ഉണ്ട്. നാട്ടിൽ പോയിട്ട് ഒരു ദിവസമെങ്കിൽ ഒരു നേരം പെയ്യിട്ട് എന്ത് ചെയ്യില്ല, നേരം പകൂല, കൃത്യത്തിന് വരും. എന്തെങ്കിലും ഒരു കളിയോ ചിരിയോ തമാശയോ ഇല്ല. കിതാബ് നല്ലോണം പഠിക്കുന്ന ആളാണ്. പ്രസംഗിക്കാൻ നല്ല കഴിവുള്ളതാണ്. എല്ലാവരുടെ മനസ്സിൽ ഇതാണുള്ളത്. ഇയാളെങ്ങാൻ പൈസയായിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ലോകാന്തര ബഹുമതി കിട്ടുന്നില്ല, പൈസയായിട്ട് മാറും. ഇത്ര കഴിവുള്ള ആളാണ്. ആർക്കും ഒരു അഭിപ്രായക്കേടില്ല. ഓനോടാ പോകാൻ പറഞ്ഞത്. അപ്പോൾ ഉസ്താദ്മാർപ്പെട്ട ചിലരും വലിയ മുത്താലിമീങ്ങളും കൂട്ടുകാരും പറഞ്ഞു, ശരി ഓനെ പുറത്താക്കണോ ഇങ്ങനത്തെ ശരി. മഹാന്മാർക്ക് ഭാഷ ഉണ്ടാവില്ല, ഭാഷയുള്ളവർ അങ്ങനെ അതല്ലല്ലോ. എന്ത് പറഞ്ഞു? ഓനെ നിർത്തണം. ഞങ്ങൾ പറഞ്ഞു, എന്നാൽ ഓനെ നിർത്തിക്കോളി, ഞാൻ പോകാം, ഞാൻ ഓനെ കൂടി സ്ഥാപനത്തിൽ പറ്റൂല. യാ ഹയ്യു യാ ഖയ്യൂം. അങ്ങനെ മനമില്ല മനസ്സോടുകൂടി അയാൾ ഒഴിവാക്കി 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ
ഇവനാരായി മാറി? ക്രിസ്ത്യാനിയായി മാറി. അവൾക്ക് നല്ല സന്തോഷമായി. ക്രിസ്ത്യാനികൾ ചേട്ടന്മാർക്ക് പട്ടിക്കാട് ചുങ്ക കണ്ടില്ലേ, ഉണ്ടാവുമല്ലോ, അവിടെ സ്റ്റേജ് കെട്ടിക്കൊടുത്തു. പിന്നെ വേഷക്കൊന്നും മാറി വന്നു. ശേഖരവിടെ ഉള്ള ദിവസം ഒന്നാഴ്ചയിലൊക്കെ 3 ദിവസം ഉണ്ടാവും, ഒരാഴ്ചയിലും. പരസ്യമായി ഇസ്ലാം ദീനിനെ പൊതുവായിട്ടും ജാമിയ നൂരിയനെയും ശംസുലമനെയും പ്രത്യേകമായിട്ടും വിമർശിച്ചുകൊണ്ട് കഠിന വിമർശനം നടത്തിക്കൊണ്ട് സംസാരിച്ചു. അപ്പോൾ അത് കേട്ട ആളുകൾ എന്ത് ചെയ്തു? ഷെയ്ഖുനാൻ്റെ അടുത്ത് ചെന്നിട്ട് വിവരം പറഞ്ഞ്, അള്ളാ, ഷെയ്ഖുന അന്ന് പുറത്താക്കിയ ആള് ക്രിസ്ത്യാനായി. അത് എനിക്ക് അന്ന് തന്നെ അറിയടോ. അന്ന് ആർക്കേ സംശയം ഉണ്ടായിരുന്നു അവിടെ പോയി പറഞ്ഞു. അങ്ങനെ ഉള്ളു കാണാൻ കഴിവിലേക്ക് എത്തി. അപ്പോൾ ഷെയ്ഖുനാൻ്റെ കഴിവ് വാദപ്രതിവാദത്തിൻ്റെ കഴിവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. അതില്ല എന്നല്ല, ഗണനത്തിൻ്റെ കഴിവാണെന്ന് മനസ്സിലാക്കരുത്. അതിലും എല്ലാവർക്കും അടിമേലെയാണ്, എന്തിനും മേലെയാണ്. ഈ നിലക്ക് ഉയർന്ന സംഗതി ഉണ്ടായപ്പോൾ എന്തായിന്നറിയോ? നൂറുന്നല നൂറായി. അപ്പം നമ്മളൊക്കെ ശംസുലമൻ്റെ മഹബത്ത് വെച്ച് അതുപോലെ യാസീനൊക്കെ ഓതി നമ്മൾ ഈ സ്വഭാവം ഉണ്ടാവാൻ വേണ്ടി നമ്മൾ നോക്കണം. എൻ്റെ ഹൃദയത്തിൽ കിബറുണ്ടോ? ആരെങ്കിലും ചെറുതായി കാണുന്നുണ്ടോ? ആരെങ്കിലും ഹൃദയത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് വളരെ അസൂയ തോന്നുന്നുണ്ടോ? അള്ള കൊടുത്ത നിയമത്ത് അയാൾക്ക് അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കൊരു ഇഷ്ടക്കേട് വരുന്നുണ്ടോ? എൻ്റെ നിയ്യത്തിൽ എന്തെങ്കിലും ജനങ്ങളെ വെക്കുന്ന ഒരു അംഗീകാരമോ ഒരു നല്ല പ്രശംസയോ വേണമെന്നില്ലെങ്കിൽ ഒരു പ്രശംസെങ്കിലും വേണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. പ്രകൃതിയല്ലേ, നല്ല സേവനം ചെയ്ത ഒരാളാണ്, നല്ല വർത്താനം കൂടി അയാളെ പറ്റി ആരും പറയില്ല. എന്ത് തോന്നും? പ്രകൃതിയല്ലേ. നിങ്ങൾ അതൊന്നും ഉണ്ടാത്ത ശരിയല്ലേ? തോന്നൂല്ലേ? പ്രകൃതിയാണത്. നമ്മൾ ആലോചിച്ച് നോക്കണം. അത് പക്ഷേ അത് എന്ത് കഴിയില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ കിബിർ വന്നാൽ, ഉള്ളിൻ്റെ ഉള്ളിൽ അല്പം അസൂയ വന്നാൽ അതൊന്നും പെട്ടെന്ന് കാണാൻ കഴിയൂല. ഉള്ളു കാണാൻ കഴിവുള്ള മഹാന്മാരുമായി ബന്ധപ്പെടാ പറഞ്ഞു, കൂനൂ യാ അയ്യുഹല്ലദീന ആമനൂ തഖ്വല്ലാഹ്, മുഅ്മിനീങ്ങളെ നിങ്ങൾ തഖ്വ ചെയ്യണം. 2 തഖ്വയും വേണം. ഹൃദയത്തിന് തഖ്വയാണ് ഇപ്പോൾ പറഞ്ഞൊക്കെ, അതില്ല ഞാൻ മറ്റേ തഖ്വക്ക് എന്തില്ല ഒരു വിലയുമില്ല. ഹദീസിൻ്റെയും എല്ലാത്തിൻ്റെ രേഖപ്രകാരം സംസാരിക്കുന്നത്. ഈ 2 തഖ്വയും ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ ഓൻ്റെ കൽബിന് എന്തെങ്കിലും പ്രകാശം വരും. ഫൈന്നഹു യൻദുറു ബിനൂരില്ല, ഓമിനെ നോക്കുന്നത് അല്ലാഹുവിൻ്റെ നൂറ് കൊണ്ടാണ്. ഇങ്ങനെയുള്ള മഹാന്മാർ നയിച്ച ദീനിൻ്റെ നേർരേഖ പലരും പല രേഖകളും ഇവിടെ വരയ്ക്കാൻ തുടങ്ങിയപ്പം സുന്നത്ത് ജമാഅത്തിൻ്റെ യഥാർത്ഥ ദീനുൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ ആ രൂപം അത് വരച്ച് കാണിക്കാൻ വേണ്ടി ഇവിടെ ഉണ്ടാക്കിയതാണ് സമസ്ത. അതിന് നേതാക്കന്മാർ ഉത്തരവാദപ്പെട്ട വലിയ മഹാന്മാരാണ്. ഇങ്ങനെ ഉള്ളു കാണാൻ കഴിവുള്ള ആ മഹാനവറുകൾ ശംസുൽ ഉലമ ഇഷ്ടപ്പെട്ടുകൊണ്ട് നന്ദിയിൽ മുദരസാക്കിയ ആളാണ് സയ്യിദുൽ ഉലമ. അന്ന് ഉള്ളു കണ്ട് പിന്നെ ഉള്ളു കാണാൻ കഴിവ് അങ്ങനെ പറയും ചിലപ്പോൾ. അന്നങ്ങനെയൊക്കെ ഉണ്ടായിന്, ഇപ്പം അങ്ങനെയൊന്നുമില്ല, പറയാൻ പറ്റില്ല. എല്ലാവരും കേൾക്കുക കെലിമ ചൊല്ലിട്ടല്ല മരിച്ചത്, ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഉള്ളു കണ്ട് അംഗീകരിച്ച മഹാനായിരുന്നു ആര്? സയ്യിദുൽ ഉലമ ഇഫ്രി മുത്തുക്കോയ തങ്ങൾ. അവരാണ് നമ്മുടെ നേതാവ്. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും ആരെന്ത് എതിർത്താലും എന്തൊക്കെ ഭീഷണിപ്പെടുത്തിയാലും അതൊന്നും നമ്മൾ ചെവിക്കൊള്ളാതെ ഭൗതിക നേട്ടം മനസ്സിൽ വെക്കാതെ ഇത് ദീൻ, എൻ്റെ ദീൻ, ഞാൻ സ്വീകരിക്കേണ്ട ദീനിൻ്റെ യഥാർത്ഥ രൂപം കാണിക്കാൻ വേണ്ടിയാണ്, അവരെ കൂട്ടത്തിൽ കൂടിയിട്ട് നന്നായി തീരാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു എതിർപ്പും വകവെക്കാത്ത രൂപത്തിൽ ഉറച്ച മനസ്സോടുകൂടി മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ്